സർ, അങ്ങിപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തന്നൊരു റിപ്പോർട്ടാണ് അങ്ങ് വായിച്ചത്. അതിലെ അവാസ്തവമായ കാര്യങ്ങളാണുള്ളത്. എൻ്റെ കയ്യിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ രേഖകളാണുള്ളത്. ഞാൻ പറഞ്ഞു 28/3/2020 വൈകുന്നേരം 5:55 ഇവർ കുറിപ്പെഴുതുകയാണ് ഫയലിൽ. അതായത് 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാം എന്ന് പറയുന്ന കമ്പനിയോട് പിന്നെയും വില കുറയ്ക്കാൻ നെഗോഷിയേറ്റ് ചെയ്തു. പക്ഷെ അവർ വില കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് 550 രൂപയെന്ന് വീണ്ടും താഴെ വരാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് അവർ ഓഫർ ചെയ്ത 25,000 വാങ്ങിക്കുന്നില്ല, 10,000 മാത്രമാണ് വാങ്ങിക്കുന്നത്. അതേ ദിവസം ഇത് 5:55 7:28 ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരു കമ്പനിക്ക് ഈ 15,000 കുറച്ചത് 550 രൂപ കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വേറൊരു കമ്പനിക്ക് 1,550 രൂപയ്ക്ക് മേടിക്കാൻ 1.5 മണിക്കൂർ കൊണ്ട് ഇൻറ്റൻറ്റ് കൊടുക്കുകയാണ്. സാർ, അല്ല, ഇവർ സപ്ലൈ ചെയ്യാഞ്ഞിട്ടല്ല. ഈ 1,550 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിക്ക് 100% അഡ്വാൻസും 550 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിക്ക് 50% അഡ്വാൻസും കൊടുത്തിട്ടും ആദ്യം വന്നത് 550 രൂപയുടെ ഇവർ മുഴുവൻ പോലും സപ്ലൈ ചെയ്തിട്ടില്ല. വളരെ വൈകിയാണ് വന്നത്. അങ്ങിത് പരിശോധിക്കണം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങ് CAG റിപ്പോർട്ടിനെ പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള രേഖയാണ് ഞാൻ പറഞ്ഞത്. 1.5 മണിക്കൂറിനുള്ളിൽ 550 രൂപയിൽ വേണ്ട എന്ന് വെച്ച് 1,550 രൂപയ്ക്ക് മേടിച്ച കഥയാണ്. എന്ത് ന്യായീകരണം പറഞ്ഞാലും അതാണ് വാസ്തവം. സർ, ഞാനിവിടെ CAG റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് പറഞ്ഞത്. അങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പ്രത്യേകമായൊരു പ്രശ്നമാണ്. അതെന്താണെന്ന് അതിന് കാര്യങ്ങൾ പരിശോധിക്കാം എന്താണെന്നുള്ളത്. സർക്കാരിന് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാ വിവരങ്ങളും CAGക്കും നിയമസഭയ്ക്കും നൽകിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ PAC പരിശോധിക്കുന്ന നിലയാണ് ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുക. സർ, ഇവിടെ ബഹുമാനായ KPA മജീദ് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ ഞാൻ കണ്ടുവെന്ന് അദ്ദേഹം പറയുകയുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടുമല്ലോ ചെയ്തു. അത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടതാണോ എന്നെ അദ്ദേഹം വന്ന് കണ്ടതാണോ എന്ന് നോക്കിയാൽ മതി. എന്നെ കാണാൻ പലരും വരില്ലേ. ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വരില്ലേ? അതിലെന്താ വസ്തുത വരുന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ രീതി എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എല്ലാവരുടെയും പോലത്തെ കാര്യങ്ങൾ അവർ വിശദീകരിക്കാറുണ്ടല്ലോ. നിങ്ങൾ വരണ്ടെന്ന് പറയും ആരെങ്കിലും. അതുകൊണ്ട് അവരോടുള്ള നിലപാടിൽ വ്യത്യാസമുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൂട്ടർ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നമ്മുടെ സോൾഡാറ്റിക്കാരാണ്. ഞാൻ പറഞ്ഞു, ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ എന്ന്. അപ്പോൾ അവർ ചിരിച്ചു. നിങ്ങൾ ഏത് കാര്യത്തെ നിങ്ങൾ എതിർക്കാതുള്ളത്? ഈ നാട്ടിൽ വരുന്ന എല്ലാ കാര്യത്തെയും നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതാണ് എൻ്റെ രീതി. KPA മജീദ്, എന്നെ കാണാൻ വന്നാൽ ഞാൻ കാണാൻ സമ്മതിക്കും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അതാണ് എൻ്റെ രീതി. പക്ഷേ UDF കൺവീനർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ വീട്ടിൽ പോയി കണ്ടത് ശ്രദ്ധയിലുണ്ടാകുമല്ലോ അല്ലേ? ഇവിടെ ബഹുമാനായ വിൻസെൻ്റ് പറയുമ്പോൾ കേന്ദ്രത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വിഴിഞ്ഞം VGF വിഷയത്തിലൊന്നും പറഞ്ഞില്ല. അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിലപാടെടുത്തുകയാണ്. അക്കാര്യത്തിലൊക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട് എന്ന നിലപാടാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. സർ, പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം ബ്രൂവറി എഥനോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി മത്സരിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ സഭയിൽ മറ്റു ചില നീക്കങ്ങളും വരുന്നു എന്നൊക്കെ ചില അശരീരികളൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലാണ് ഇത് ഗൗരവമായിട്ട് ഉന്നയിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ സംശയിക്കത്തക്ക യാതൊന്നുമില്ല. സർക്കാരിൻ്റെ 22-23 മദ്യനയം, അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം അത് ഞാൻ ഉദ്ധരിക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബേറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല
ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് ഉദ്ധരണിയാണ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖം. പാരഗ്രാഫ് 24 പറഞ്ഞത് അത് ഉദ്ധരണിയാണ്. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. പാരഗ്രാഫ് 22 അത് ഉദ്ധരണിയാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. 2023-24 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം വേണ്ടത്?